പറമ്പിക്കുളത്തേക്കുള്ള യാത്രയിൽ എന്റെ മനസ്സ് കീഴടക്കിയ ഒരിക്കലും മറക്കാനാവാത്ത മനോഹരമായൊരു കാഴ്ചയ്ക്ക് മുന്നിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഇലകൾ നിറഞ്ഞ പച്ചപ്പിൽ ഇളം കാറ്റിന് തിളകിയാടുന്നത് ചിറകുവെച്ച ഈ ദൃശ്യഭംഗിയായിരുന്നു. ഇതാണ് ചിത്രശലഭങ്ങളുടെ ദേശാടനം. പൂവുകളിൽ നൃത്തം ചെയ്യാനായി ചിറകുകൾ വിശാലമായ ആകാശത്തേക്ക് ഉയർത്തി അവർ പൂർണ്ണമായ ഗതിയിലേക്ക് പറന്നുയരുന്നു. ഇത് ഭാവനയല്ല, പ്രകൃതി ഒരുക്കിയ ദൃശ്യവിസ്മയമാണ്. മൺസൂണിന്റെ വരവോടെ ഈ ചിത്രശലഭങ്ങൾ പശ്ചിമഘട്ടത്തിൽ നിന്നും പൂർവ്വഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. അസാധാരണമായ ഈ നൃത്തം പ്രകൃതി ഒരുക്കിയ കലാസൃഷ്ടിയാണ്. വേഗത്തിൽ മാറുന്ന കാലാവസ്ഥയിൽ നിന്നും അവർ പുതിയ ഭൂമിയിലേക്ക്, പുതിയ ജീവിതം തേടി കാറ്റിനോടൊത്തുകൂടിയുള്ള അവരുടെ നീണ്ട യാത്ര ആരംഭിക്കുന്നു. ആ യാത്രക്കിടയിലെ അവരുടെ വിശ്രമവേളയാണിത്. ഈ ശലഭക്കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞത് ഡബിൾ ബാൻഡഡ് ക്രോയും ഡാർക്ക് ബ്ലൂ ടൈഗറുമായിരുന്നു. പൂക്കളിൽ നിന്ന് അവർ നിഷ്കളങ്കമായ മധുരം ആസ്വദിക്കുന്നു. അവരുടെ ജീവന്റെ ആവശ്യം നിറവേറ്റുന്നു. വഴികളിൽ കാറ്റിന്റെ ശക്തിയും മഴയുടെ തീവ്രതയും നേരിടുമ്പോൾ അവർ ശാന്തമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നു. അവരുടെ തലമുറകൾക്കു വേണ്ടിയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയും. ചിത്രശലഭങ്ങളുടെ ഈ മനോഹരമായ സഞ്ചാരം ഒരു കാലഘട്ടത്തിൽ നിന്നും മറ്റൊരു കാലഘട്ടത്തിലേക്കുള്ള സ്വപ്നങ്ങളുടെ യാത്ര കൂടിയാണ്. നമ്മെ ഓരോരുത്തരെയും പ്രകൃതി അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു യാത്രയിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നു എന്ന് തോന്നിപ്പോകും. ആകാശത്തിന്റെ അതിർത്തികൾ മറികടന്ന് കിലോമീറ്ററുകളാണ് ഇവരുടെ ഈ യാത്ര. 30-40 ചിലപ്പോൾ ചുരുങ്ങിയ മാസങ്ങളോ ജീവിക്കുന്ന ഇവർ പ്രകൃതിയൊരുക്കിയ മനോഹരമായ സൃഷ്ടികളിൽ ഒന്നാണ്. പ്രകൃതിയൊരുക്കിയ അവിസ്മരണീയമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു ഇത്.